കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ലെ വി മധുസൂദനൻ വിജയിച്ച മണ്ഡലമാണ് പയ്യന്നൂർ. ഇത്തവണയും അദ്ദേഹത്തെ തന്നെയാണ് പയ്യന്നൂർ കാക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. പയ്യന്നൂർ പോലെ പാർട്ടിയുടെ ഉറച്ച മറ്റൊരു കോട്ടയാണ് തളിപ്പറമ്പ്. ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന തളിപ്പറമ്പിൽ UDF അവരുടേതായ കോട്ടക്കൊട്ടകങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ജില്ലയിലെ തലമുതിർന്ന 2 നേതാക്കന്മാർ തന്നെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ മണ്ഡലങ്ങളിൽ പോരിനിറങ്ങുന്നത്. മധുസൂദനൻ MLA ആയിരുന്ന കാലത്ത് രക്തസാക്ഷി ഫണ്ടിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണമുയർത്തുകയും പാർട്ടി പുറത്താക്കുകയും ചെയ്ത വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഉറച്ച കോട്ടകളിൽ പലതും ഇളകിയേക്കും. കഴിഞ്ഞ തവണ 22,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗോവിന്ദൻ മാഷ് വിജയിച്ച തളിപ്പറമ്പിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമള ടീച്ചറാണ് ഇടത് സ്ഥാനാർത്ഥി. ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശ്യാമള ടീച്ചർക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ കൂടി വരുമ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും മത്സരം തീപാറും. ഇതിന്റെ പ്രത്യാഘാതം മറ്റ് മണ്ഡലങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ വടക്കൻ കാറ്റ് ഇത്തവണ വലത്തോട്ടടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.